ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റമദാൻ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നോമ്പൊക്കെ തുടങ്ങി 4ാമത്തെ നോമ്പാണ് തോന്നണം. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇന്നാണ് വാങ്ങിക്കാൻ പോണത്. നോമ്പിൻ്റെ മുന്നേ ആയിട്ടൊന്നും വാങ്ങിക്കാനൊന്നും കൂടിയിട്ടില്ലായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പാൻ്റെ മരണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ വിശാലിലാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഇവിടെ കച്ചേരിപ്പാടി പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഷോപ്പാണ് വിശാൽ. അതിൽ മെയിനായിട്ട് ഐശ്വന് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കണമായിരുന്നു, പിന്നെ ഒരു ജ്യൂസ് ഗ്ലാസും വാങ്ങിക്കണമായിരുന്നു. അത് രണ്ടും വാങ്ങിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരിട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. കാരണം ബില്ലടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലോണം ക്യൂ നിൽക്കണമായിരുന്നു. അപ്പോൾ അന്ന് ഐഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കൊരു ഡ്രസ്സ് വേണമെന്നുള്ളത്. അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ മറ്റ് സാധനങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ കുറവാണ്. പക്ഷെ ഇങ്ങനെ ഈ ഹോം ആക്സസറീസും പിന്നെ ഡ്രസ്സ്, ടോയ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസിൻ്റെ ഗ്ലാസ്സൊക്കെ ഞങ്ങൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനവിടെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടോ, പിന്നെ ചവിട്ടിക്ക് ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ പാത്രങ്ങൾ, ഈ ബൗളുകൾ, മറ്റേ ഓർഗനൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ, അതൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കിയിരുന്നു. പിന്നെ അത് ഐഷോളെ ഡ്രസ്സ് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഈ പാത്രങ്ങൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അവിടെ പക്ഷേ AC ഇല്ല, നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എടുക്കൽ ഞങ്ങൾ വേഗം അവസാനിപ്പിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുക ചെയ്തത്. പിന്നെ അനു സോക്സ് അങ്ങനെയുള്ള എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാൻ പോയ സമയത്ത് ഇവർ രണ്ടാളെയും നോക്കിയിരിക്കലായിരുന്നു എൻ്റെ പണി കേട്ടോ. ഐഷു പിന്നെ ഓരോ കാര്യങ്ങൾ തപ്പി നടന്ന്, ഞാൻ പിന്നെ അവിടെ ഒരു ചെയർ തപ്പി നടന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിയതാണെങ്കിലും ഈ ഒരു ടോയിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് ചെയർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഇരുന്നു, നല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇരുന്ന് പിന്നെ ഇവൾ ഓരോ ടോയ് എടുക്കുക എനിക്ക് കാണിച്ചു തരാം, അത് തന്നെയാണ് പണി. ഐഷ പിന്നെ ഇവിടുന്ന് 2 ചെരുപ്പം തപ്പിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഒരേപോലെ ഒപ്പിക്കുക. അവൾക്ക് എപ്പോഴും അതന്നെ, എന്ത് കാര്യം കിട്ടിയാലും അത് അയിമിക്കും കൂടി അതേപോലത്തെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരും രണ്ടാൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ അത് ഇവിടുന്ന് ഒരു പെൻസിലിൻ്റെ ബോക്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു ടോയ്, അത് 2 ഫേസ് ഉണ്ട്, അതിന് സാഡായിട്ടും ഹാപ്പി ആയിട്ടും ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാണ്. പിന്നെ ഈ ഒരു കുഞ്ഞി കസേര ഉണ്ടല്ലോ, ഇതിലിങ്ങനെ ഇരുന്ന് എണീക്കുമ്പോൾ നല്ല പീയറിന് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലിരുന്ന് കളിക്കാനും ഐമി. പിന്നെ ഞങ്ങൾക്ക് കത്തി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ബിസ്മയ്ക്ക് പോന്നു കേട്ടോ. ഇവിടുന്ന് സാധനം വാങ്ങിക്കണ കൂട്ടത്തിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങളുള്ളത് ബിസ്മയിലാണ്. അവിടുന്ന് ഇതാ ഒരു ചെരുപ്പൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ഫുള്ള് കളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കളിക്കട്ടെ വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാനായിക്കോല. പിന്നെ അങ്ങനെ കത്തിയൊക്കെ എടുത്ത് പിന്നെ ഞാനത് ഈ ഗ്ലാസിൻ്റെ ഓരോ ജാറുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്ലാസിൻ്റെ ജാറുകൾ കാണുന്നത് കേട്ടോ. പക്ഷേ വാങ്ങിച്ചിട്ട് വെക്കാനുള്ളൊരു സൗകര്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച ജ്യൂസ് ഗ്ലാസിൻ്റെ ഈ മോഡൽ തന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടോ. അതിൻ്റെ ചെറുത് ഇവിടെ ഉണ്ടായിരുന്നു, അതിനെക്കാട്ടിലും പ്രൈസ് കുറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സെറ്റും കൂടി എടുത്തു. പിന്നെ അത് ഞങ്ങൾ അവിടുന്ന് ഓരോന്ന് നോക്കുന്ന ഇടയിൽ ഇവൾ ഇറങ്ങി പോവാണ് കേട്ടോ. സ്റ്റെപ്പുമ്മ ഇറങ്ങിയിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ കുറച്ച് 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾ കണ്ടേ. പിന്നെ വേഗം വന്നിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കണില്ല, അവൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണമെന്ന്. പിന്നെ അത് ഞങ്ങൾ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി താഴത്തൊക്കെ ഇറങ്ങി. ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ ഐമിനെയും കൊണ്ട് പോകുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യം കേട്ടോ. കാരണം എല്ലാവർക്കും കയ്യെത്തുന്ന സ്ഥലത്തേക്കാരം. അപ്പോൾ എല്ലാം എടുത്തിട്ട് എപ്പോഴും നമ്മൾ കണ്ണെത്തൂലല്ലോ. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് അവിടെ കൊണ്ടിടും. അല്ലെങ്കിൽ പൊട്ടണ സാധനമൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പേടി. പക്ഷേ ഇതുവരെ ഒന്നും പൊട്ടിച്ചിട്ടില്ല ഭാഗ്യം കൊണ്ട്. എല്ലാം എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് ഇത് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും, നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓളെ വിചാരം നമ്മൾ എടുക്കണ കാണണമല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ എടുക്കാനുള്ളതാണ് വിചാരിച്ചിട്ട് പല സ്ഥലത്തുനിന്നും പലതും എടുത്തുകൊണ്ടിരും. പിന്നെ ഞാൻ ഐഷുവിനെ ഓളെ ഏൽപ്പിച്ചതേനു നോക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓള് അവിടെ ഫുൾ അലമ്പേനു, കുറേ കരയും കുറേ വാശിയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ കാണുന്നത് ഒരു യോഗട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ആ ഡോറ് വലിച്ച് പൊട്ടിക്കുന്ന തോന്നുന്നു. പിന്നെ അതാവും കൊണ്ടിട്ട് പോവാണ്. അങ്ങനെ ഓരോന്നും ഓളെ കൈ കൊടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കൊണ്ടിട്ട് ഇങ്ങനെ കാട്ടിൽ ഇടാനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അതാ കുറച്ച് പച്ചക്കറി, ലെറ്റ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ളത്, ബർഗർ ഉണ്ടാക്കാനുള്ള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. നോമ്പായിട്ട് ഒരു സാധനം, ഉള്ളി തക്കാളി മുതൽ ഫുള്ള് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. ഞാനൊരു വലിയ ലിസ്റ്റൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര നമ്മൾ ലിസ്റ്റ് എഴുതിയാലും എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഞാൻ മറന്ന 1-2 സാധനം കണ്ട് പാൽ വാങ്ങിക്കാൻ ഞങ്ങൾ മറന്നു, ഉണക്കമീൻ വാങ്ങിക്കാൻ മറന്നു, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മസാലപ്പൊടികളൊക്കെ എടുക്കാണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അതാ കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, ഓരോന്ന് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടും അതൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ സമൂസേൻ്റെ ലീഫ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഈ ബർഗർ പാട്ടിന്നോ അങ്ങനെ എന്തോ എഴുതിക്കണത്, അങ്ങനെയാണ് പാട്ടിന്നോ തോന്നുന്നു പറയുക, അതുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു കേട്ടോ. പലതും ഉണ്ട്, സമൂസ, കട്ട്ലേറ്റ് അങ്ങനെ എല്ലാം ഇങ്ങനെ ഫ്രീസറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബർഗർ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയാലും വിചാരിച്ച് അതെടുത്ത് പോന്നു.
പിന്നെ അതവിടെ നല്ല കളിയാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടു നടക്കാനേ ഇവളെ പറ്റുള്ളൂ. കാരണം നമ്മൾ എടുക്കാനോ ഒന്നും പറ്റില്ല. ഓളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഫുൾ കച്ചറ കരഞ്ഞ് വിളിച്ച്. പിന്നെ ലാസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബിസ്ക്കറ്റ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബില്ലടിക്കാൻ നേരത്താണ് കേട്ടോ ആ കൗണ്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു പാത്രം കണ്ടത്. ഇത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്. വിത്ത് ലിഡും കൂടി ഉണ്ട് കേട്ടോ. 599 രൂപയുള്ളൂ. അങ്ങനെ അനുവിനെ ബില്ലിങ്ങിലാക്കി ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മടിയില്ലെന്ന് നോമ്പാണ് ഇപ്പളേ. അതോടെ ഇതെന്താ അലിയാത്തെ ഐസ്ക്രീമായിട്ട് രസമുണ്ടോ? രസമുണ്ടോ? എനിക്ക് നോമ്പില്ലേടി പത്തുവോ? എനിക്ക് നോമ്പില്ല ഇടോക്ക്. എനിക്ക് നോമ്പില്ലേ? അതൊന്നായിട്ട് വേഗം കഴിച്ചോ. എൻ്റെ എപ്പോൾ വാങ്ങിട്ട് വാങ്ങും. നല്ല നല്ല രസമുണ്ട് കാണാന്. നോക്കട്ടെ ഐമി നല്ല രസമുണ്ട് ഇപ്പൊ കാണാന്. ഉറക്കം തന്നെ ഉണ്ടോ? വാവങ്ങണോ? വാവങ്ങണോ? ഒരു ടാറ്റ തരും അമ്മച്ചിക്ക്. ഒരു ടാറ്റ തരുമോ? എവിടേക്കാ നോക്കണം. അങ്ങനത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ 1-2 സ്ഥലത്തും കൂടിയും പോകാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ഞാൻ ചെയ്തത് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള ഐറ്റംസൊക്കെ വേഗം വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന സാധനം കൂടി വെച്ചപ്പോൾ ഇനിയിപ്പോൾ അതിലൊരു സ്ഥലമില്ല എന്നുള്ള മാതിരിയായിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ അപ്പോൾ തന്നെ ബോട്ടിലാക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയാകും. ഇനി എനിക്ക് തുറക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഒരു വിധമാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ബർഗർ മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചോറ് വെച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ രാത്രി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനത്തെ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബർഗർ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ സാധാ നോർമൽ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ബണ്ണൊന്നും ആയിട്ടില്ലായിരുന്നു. ബ്രെഡ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതാ ഞങ്ങൾ തുറക്കുന്ന സമയത്തുള്ളതാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് നോമ്പ് തുറക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ചോറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനിതാ താളിപ്പ്, ചോറ്, അച്ചാർ, ഉള്ളി ചമ്മന്തി, മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ ഐശുവിന് ചെറിയരിൻ്റെ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ഓളിതാ കഞ്ഞിയും അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.